കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തിന്റെ മുഖമായ കെ രവീന്ദ്രനാഥൻ നായർ മലയാളത്തിലെ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായി, കൊല്ലം ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യം എന്നിവ കൊണ്ട് അനുഗ്രഹീതനാണ് കെ രവീന്ദ്രനാഥൻ നായർ. 1932 ഡിസംബർ 8-നാണ് അദ്ദേഹം കൊല്ലത്ത് ജനിക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വ്യവസായ രംഗത്തേക്ക് തിരിഞ്ഞു. 1957 വിജയലക്ഷ്മി കാഷ്യൂ കമ്പനി സ്ഥാപിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായി 65ഓളം കശുവണ്ടി ഫാക്ടറികളാണ് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ജനറൽ പിക്ചേഴ്സിൻ്റെ ബാനറിൽ സിനിമാ നിർമ്മാണ രംഗത്തേക്കാണ് പിന്നീട് കെ രവീന്ദ്രനാഥൻ നായർ തിരിഞ്ഞത്. കാഞ്ചന സീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയൻ എന്നിങ്ങനെയുള്ള കലാമൂല്യമുള്ള സിനിമകളും അച്ചാണി, അന്വേഷിച്ച് കണ്ടെത്തിയില്ല, ലക്ഷപ്രഭു, കാട്ടുകുരങ്ങ് എന്നിങ്ങനെ ജനപ്രിയ സിനിമകളും കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ചു. പ്രഭ ഫിലിംസ് എന്ന പേരിൽ ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങി. ഉത്രാടരാത്രി, തണൽ, കഥാപുരുഷൻ തുടങ്ങിയ ചിത്രങ്ങളും പ്രഭ ഫിലിംസാണ് വിതരണം ഏറ്റെടുത്തത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ തുടക്കം മുതലുള്ള ഡയറക്ടർ ബോർഡ് അംഗമായ കെ രവീന്ദ്രനാഥൻ നായർ 5 വർഷം ഫിലിം സെൻസർ ബോർഡിലും അംഗമായിരുന്നു. ദേശീയ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1970കളിൽ പുറത്തിറങ്ങിയ അച്ചാണി വൻ ഹിറ്റായി. വൻ സാമ്പത്തിക നേട്ടം കൈവരിച്ച ചിത്രമായിരുന്നു അത്. ഇതിനുശേഷമാണ് കെ രവീന്ദ്രനാഥൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി.കെ. ദിവാകരൻ, റവന്യൂ മന്ത്രിയായിരുന്ന ബേബി ജോൺ എന്നിവരെ കണ്ട് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കാൻ വസ്തു അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് വസ്തു അനുവദിച്ചു. അച്ചാണിയിലെ ലാഭവിഹിതം ഉപയോഗിച്ച് രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് നൽകിയതാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി. 1979 ജനുവരിയിൽ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയാണ് ലൈബ്രറി നാടിന് സമർപ്പിച്ചത്. സോപാനം കലാകേന്ദ്രവും കെ രവീന്ദ്രനാഥൻ നായരുടെ സംഭാവനയാണ്. 1 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. കളക്ടർ അധ്യക്ഷനായ ജനകീയ ഗവേണിംഗ് ബോഡിയാണ് പബ്ലിക് ലൈബ്രറിയുടെ ഭരണം നിർവഹിക്കുന്നത്. ഇതിൻ്റെ ഓണററി സെക്രട്ടറിയാണ് രവീന്ദ്രനാഥൻ നായർ. ഫൈൻ ആർട്സ് സൊസൈറ്റി, കൊല്ലം കഥകളി ക്ലബ്ബ് തുടങ്ങി നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും രക്ഷാകർതൃ സ്ഥാനവും രവീന്ദ്രനാഥൻ നായർ വഹിക്കുന്നുണ്ട്. നിരവധി വിദേശ രാജ്യങ്ങളും ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.